എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇന്നലെ വരെ ഞങ്ങൾ വിചാരിച്ചത് വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ഇന്നലെ CPM നേതാക്കന്മാർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അതൊരു വനിതാ മന്ത്രിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ക്യാബിനറ്റിൽ തുല്യ അധികാരങ്ങളും അവകാശങ്ങളും പരിരക്ഷയും എല്ലാ സംവിധാനങ്ങളും സന്നാഹങ്ങളുമുള്ള ഒരു മന്ത്രിയാണ്, ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത, അനാസ്ഥ, അതിന്റെ ദുരിതം പേറുന്ന മനുഷ്യരുടെ ജീവിതം നിരന്തരം പുറത്തേക്ക് വാർത്തകളായി വരുമ്പോൾ ഞങ്ങൾ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കും. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാം. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് യാതൊരു തരത്തിലുമുള്ള കായികമായിട്ടുള്ള അതിക്രമങ്ങളും വന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കുള്ള ബോധ്യമാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കായികമായിട്ട് അവരെ ആക്രമിച്ചിട്ടുള്ള ദൃശ്യങ്ങളോ എന്തെങ്കിലും തെളിവുകളോ പുറത്തുവിട്ടാൽ അങ്ങനെ ചെയ്ത കുട്ടികളെ ഞങ്ങൾ സംഘടനാപരമായ നടപടി സ്വീകരിക്കും. അതിനപ്പുറത്ത് അവരെ തള്ളിപ്പറയാനും ഞങ്ങൾക്ക് ആർജവമുണ്ട്. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് അവര് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ എന്നുള്ള ഉളുപ്പില്ലായ്മയൊന്നും ഞങ്ങൾ പറയില്ല. PG ഈ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ തടയാമോ എന്ന് ചോദിച്ചാൽ KV തോമസിനെ തടഞ്ഞ് കരിയോയിൽ ഒഴിച്ച ചരിത്രം CPM-നുണ്ട്. പുസ്തകം എഴുതിയപ്പോൾ വിമർശിച്ച, രാഷ്ട്രീയ വിമർശനം നടത്തിയ, സാമൂഹ്യ വിമർശനം നടത്തിയ സക്രിയെ തല്ലിയിട്ടുണ്ട്, നോവലിസ്റ്റ് സുകുമാരനെ തല്ലിയിട്ടുണ്ട്. ഇവര് TP ശ്രീനിവാസന്റെ കർണക്കുറ്റി അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയം കക്ഷികളാ. ഉമ്മൻചാണ്ടിയുടെ കാറിന്റെ ചില്ല് പൊട്ടിച്ച് നെറ്റിയിലും നെഞ്ചിലും കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. എത്ര എണ്ണം പറയണം? അവൻ പറഞ്ഞ നേരെ. മന്ത്രിമാർക്കെതിരെയുള്ള പ്രതിഷേധം എത്തരത്തിൽ വരെ ആകാം എന്നുള്ളതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ DYFI-യും CPM-ഉം തൽക്കാലം വരണ്ട. ഞങ്ങളുടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ ഞങ്ങൾക്കറിയാം. ഇനി അടുത്തത് നിങ്ങൾ പറയുന്നത് ജയരാജൻ പുറത്തുവിട്ട വീഡിയോയിലെ കറുത്ത ഷർട്ടാണെങ്കിൽ അരുൺകുമാർ അടക്കമുള്ള CPM-ന്റെ നേതാക്കന്മാർ അടിയന്തരമായിട്ട് കണ്ണാശുപത്രി പോയി കണ്ണ് പരിശോധിക്കണം. ജയരാജൻ പുറത്തുവിട്ടതൊക്കെ അന്ധമായിട്ട് അതങ്ങ് വിളിച്ചു പറയാതെ, കാരണം അത് മന്ത്രിയുടെ ഗൺമാന്റെ കറുത്ത ഉടുപ്പാണെന്നും അടുത്ത് നിൽക്കുന്ന വെളുത്ത ഷർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ ആണെന്നൊക്കെ തിരിച്ചറിയാനായിട്ട് കണ്ണിനും കാഴ്ചയും വേണം, സാമാന്യ ബോധവും വേണം. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, 10-35 പോലീസുകാരുടെ രക്ഷാവലയം ഭേദിച്ചുകൊണ്ട് 3 KSU-കാർ മന്ത്രിയെ ആക്രമിച്ചെങ്കിൽ അടിയന്തരമായിട്ട് ആ പോലീസുകാരെ പിരിച്ചുവിട്ടിട്ട് സേനയിൽ കൊള്ളാവുന്ന ആളുകളെ വിളിക്കണം. കാരണം ഈ മന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ കൽപ്പില്ലാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം. അതുമാത്രമല്ല, ഈ മന്ത്രിയുടെ എല്ലാ സുരക്ഷയ്ക്കും ഉത്തരവാദിത്തമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഗൺമാൻ ആ തോക്കിലെ ഉണ്ട വിഴുങ്ങി നിൽക്കുകയായിരുന്നു. മന്ത്രിയുടെ കഴുത്ത് പിടിച്ചു ഞെരിച്ചപ്പോൾ ആ തോക്കെടുത്ത് വെടിവെക്കണ്ടായിരുന്നോ? മന്ത്രിയുടെ ഗൺമാൻ എവിടെ നോക്കി നിൽക്കുകയായിരുന്നു? വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടെന്ത് ഫലം? പണ്ട് മുതലേ വീണ ജോർജിന് ഒരു പ്രത്യേക സവിശേഷമായ താല്പര്യമുണ്ട്. ഓർമ്മിക്കുന്നില്ലേ, ഇവർ പത്തനംതിട്ടയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ നിങ്ങളെന്തോ സർവേ നടത്തി വീണ ജോർജ് തോറ്റുപോകുന്നു പ്രവചിച്ചു. വീണ ജോർജ് കോപാകുലയായി. ഞാൻ തോൽക്കുമെന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ കയ്യിൽ എന്ത് ഡാറ്റയാണുള്ളത്, ഞാൻ ജയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ വോട്ടിനെ കഴിഞ്ഞപ്പോൾ യന്ത്രത്തിൻ്റെ തകരാറുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ തോറ്റുപോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വിനു ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഓർക്കുന്നു. തനി രാവണൻ 10 തലയായവന്. അപ്പം ഇങ്ങനെയൊക്കെ പല തമാശകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. വീണ ജോർജ് ക്യൂബൻ സംഘത്തെ കാണാൻ പോകുക എന്നുള്ള കാര്യം ഇന്നിപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. കാരണം ക്യൂബയും ഇന്ത്യയും തമ്മിൽ, ക്യൂബയും കേരളം തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തേണ്ടത് നവോത്ഥാനം ഈ രാജ്യത്ത് വികസിക്കുന്ന, നമ്മുടെ സംസ്ഥാനത്ത് വികസിക്കുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ക്യൂബ മുകുന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രം തോന്നുന്നു. സത്യം പറഞ്ഞാൽ ചൈനയിലോ ക്യൂബയിലോ പോകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതുപോലെ ക്യൂബ വിജയൻ എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടും. MA BB ഒക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഫിഡിൽ കാസ്ട്രോയുള്ള സമയത്ത് കാലത്ത് വൈകുന്നേരം ബേബിയോട് ചോദിച്ചിട്ടാണ് അദ്ദേഹം നയപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പായി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രത്തിൽ നിന്ന് ചില ആളുകൾ വരുമ്പോൾ അവിടുത്തെ ആരോഗ്യ പരിപാലന രീതികൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇവിടുത്തെ വമ്പിച്ച കുതിപ്പ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുമാണ് ശ്രീമതി പോയത്. അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. അതിന് ആർക്കെങ്കിലും ആക്ഷേപം പറയാൻ പറ്റുമോ? ആ കൂട്ടത്തിൽ നദ്ദയെ കാണുകയാണെങ്കിൽ കാണാം എന്ന് ആലോചിച്ചു. ഇനി നദ്ദയെ കണ്ടെങ്കിൽ തന്നെ ഈ ആശമാരുടെ കാര്യം പറയുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ചർച്ച കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലും പറയില്ല. ഞാൻ എഴുതി വെച്ചാൽ ഒരു കയ്യബദ്ധം
എന്താ പറയാത്തതെന്നറിയാമോ? ഈ പ്രശ്നം ഒരിക്കലും തീരരുത് എന്നാണ് സർക്കാരിന്റെ താല്പര്യം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഈ KB തോമസ് മുഖേന നിർമ്മല സീതാരാമനെ കണ്ടല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു, പല കാര്യങ്ങളും അവിടെ സംസാരിച്ചു, ചർച്ച ചെയ്തു, ഏകദേശ ധാരണയിലെത്തി. പക്ഷേ ഈ ആശമാരുടെ കാര്യം പറഞ്ഞില്ല. എന്താ പറയാത്തത്? ആശമാരുടെ കാര്യം തീർക്കണമെന്ന് മൂപ്പിലാണ് താല്പര്യമില്ല. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? കാരണഭൂതന് താല്പര്യമില്ല. താല്പര്യമില്ലാത്തതിൻ്റെ കാരണം CITUവിൻ്റെ നേതൃത്വത്തിലല്ല ഇവർ സംഘടിച്ച് സമരം ചെയ്തത്. CITUവിൻ്റെ നേതൃത്വത്തിൽ സംഘടിച്ച് സമരം ചെയ്തിട്ട് പോലും KSRTC എംപ്ലോയീസിൻ്റെ കാര്യം ഇന്നുവരെ പരിഹാരമായിട്ടില്ല. പിന്നെയാണ് ഇവിടെ SUCI എന്ന് പറഞ്ഞ ഇവർക്ക് തീരെ കണ്ടുകൂടാത്തൊരു സംഘടനയുടെ നേതൃത്വം എന്ന് പറഞ്ഞുകൂടാ, അവരുടെ പരോക്ഷമായ പിന്തുണയോട് ഇവിടെ ഇങ്ങനെ ഒരു സമരം നടത്തി. അതിനേക്കാൾ ഉപരി ഈ സമരത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആരാണ്? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? നേതൃത്വം കൊടുത്തതെന്ന് പറയാൻ പറ്റില്ല. വഴിമരുന്ന് ഇട്ടിട്ടുള്ള ഇപ്പോൾ കേരളയിൽ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പല പുരോഗമന നവോത്ഥാന പദ്ധതികൾക്കും തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള ഷാജർ ഖാനും മിനിയുമൊക്കെയാണ്. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? അപ്പോൾ അവരോട് കാരണഭൂതന് തീരെ താല്പര്യമില്ല. കാരണം ആശമാരുടെ പ്രശ്നം തീർക്കാൻ ഇദ്ദേഹത്തിന് പറ്റായിട്ടാണോ? ഇവരുടെ പ്രശ്നം തീർത്താൽ ഇവർക്ക് 100-200 രൂപ കൂട്ടിക്കൊടുത്താൽ കേരളത്തിൻ്റെ ഇപ്പം തന്നെ പൊളിഞ്ഞു കിടക്കുന്ന ഖജനാവ് ഒന്നുകൂടി പൊളിഞ്ഞു ധരിച്ചിട്ടുണ്ടോ? അല്ല, എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും കാശുണ്ടല്ലോ. PSC മെമ്പർമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ പൈസ ഉണ്ട്. ഹൈക്കോടതിയിലെ സർക്കാർ വക്കീലന്മാർക്ക് കൂട്ടി കൊടുക്കാൻ പൈസ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പൈസ ഉണ്ട്. എന്താണ് ഫയർ എഞ്ചിന്റെ സഹായ പിന്തുണയോടുകൂടി പോകാൻ പുള്ളിക്ക് പൈസ ഉണ്ട്. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഇവർ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. മന്ത്രിമാർക്കും സ്പീക്കർക്കും ഒക്കെ പുതിയ പുതിയ കാറുകൾ വാങ്ങാനായിട്ട് ഒരു ലോഭമില്ല. എത്ര മണിക്കുണ്ട്? റിട്ടയർ ചെയ്ത IASകാർക്ക് വാരിക്കോരി കൊടുക്കാനുണ്ട് ഇല്ലേ? TK ജോസിന് എത്ര ശമ്പളം? അതുപോലെ അടുത്ത കാലത്തൊക്കെ നിയമിക്കപ്പെട്ട ഓരോരുത്തർക്കും എത്രയാണ് പെൻഷന് പുറമെ എത്രയാണ് കൊടുക്കുന്നത്? അത് അതിനൊക്കെ പൈസ ഉണ്ടല്ലോ. ആശമാർക്ക് കൊടുക്കാൻ മാത്രമേ പൈസ ഇല്ലാതുള്ളൂ. അതിൻ്റെ കാരണം ഇതാണ്, അവർക്ക് കൊടുക്കാൻ വിരോധം ഉണ്ടായിട്ടില്ല. ഇവരുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നതുകൊണ്ട് കൊടുക്കാൻ പറ്റുകയില്ല. ഈ ശാഠ്യമാണ്. ഇതാണ് യഥാർത്ഥ കാര്യം. വീണ ജോർജിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരുടെ മുതലാളിയായിരിക്കുന്ന മറ്റേ പുള്ളി ഉണ്ടല്ലോ, പുള്ളി ഭയങ്കര എതിരാണ്. തല്ലി കൊന്നാലും ഈ പ്രശ്നം തീർക്കുകയില്ല എന്നുള്ളതാണ് വിഷയം. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? അതുകൊണ്ടല്ലേ ഈ ഇളവരെ കരിമടക്കമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ അസംബന്ധം ആഭാസത്തിനൊക്കെ പറയും. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. CITUവിൻ്റെ ഓരോ നേതാക്കന്മാരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ആശാപ്രവർത്തകരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ മുഖ്യന ഇവരോടുള്ള താല്പര്യം വർദ്ധിക്കും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസവങ്ങൾ കാര്യങ്ങളും CPM-ൽ നിന്ന് ചർച്ചയ്ക്ക് പോകുന്ന ആളുകളെന്താ പറയുന്നത്? മന്ത്രിമാരെന്താ പറയുന്നത്? ഓരോ മന്ത്രിയും മത്സരിച്ചല്ലേ ഇവരുടെ സമരത്തെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചവിട്ടിത്തേക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രശ്നം തീരാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശാഠ്യം കൊണ്ടും ദുശാഠ്യം കൊണ്ടുമാണ്. പിന്നെ ഇവിടെ നിന്ന് വെറുതെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. കേന്ദ്ര ആരോഗ്യമന്ത്രി അപ്പം തന്നെ താലമെടുത്ത് ഇവരെ കുരുത്തോലയൊക്കെ കീറിത്തൂക്കി ഈ കൊലവാഴയും ചെന്തകിൻ്റെ കരിക്കൊക്കെ വെച്ച് നമ്മുടെ നാട്ടുപുറത്തൊക്കെ ചില സ്വീകരണ യോഗങ്ങൾ നടത്തുന്ന പോലെ, അല്ലെ അമ്പലത്തിൽ താലപ്പൊലിക്കൊക്കെ ചെയ്യുന്ന പോലെ വീണ ജോർജിനെ താലം എടുത്ത് കൊണ്ട ചെല്ലൊന്നുമില്ല എന്നറിയാനുള്ള ബുദ്ധിയൊക്കെ അവർക്കുണ്ട്. അത്യാവശ്യം ബുദ്ധിയും വിവരവും ബോധമൊക്കെ ഉള്ള സ്ത്രീയാണ് വീണ ജോർജ്. അതുകൊണ്ട് ശ്രീമതി ടീച്ചറിനെ പോലെ അങ്ങോട്ട് ഉടനെ തള്ളിക്കയറി ചെല്ലുന്ന ആളുടെ വീണ ജോർജിനെ അറിയാം. ഇങ്ങനൊരു കത്തെഴുതി അയച്ചാലൊന്നും JP നഡ്ഡ അനുമതി നൽകുകയില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്താണ്. പിന്നെ മാധ്യമങ്ങളൊക്കെ പറയട്ടെ, സർക്കാർ എല്ലാം ചെയ്തു എന്നൊരു വരത്തി തീർക്കാൻ ഇപ്പം ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്നൊരു ഉദ്ദേശം ഒരുപക്ഷം ഉണ്ടായിരുന്നു. വെറുതെ ഒരു കത്തെഴുതി 19-ാം തീയതി രാത്രി ഇവിടെ നിന്ന് ഫാക്സ് ചെയ്ത് കൊടുത്താൽ 20-ാം തീയതി നഡ്ഡ അവിടെ താലപ്പൊലി എടുത്ത് സ്വീകരിക്കൊന്നുമില്ല എന്നുള്ള കാര്യം ആർക്കും അറിയാം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.